ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഒരു ഡോർമാറ്റും ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ചവിട്ടി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനായിട്ട് നമ്മുടെ വീഡിയോൻ്റെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പഴകിയതായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബെഡ്ഷീറ്റിനെ മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ തുണികളൊന്നും അതിനകത്ത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിൽ നിന്ന് 2 തുണികൾ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈ വിരൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു കുരുക്കിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ റൗണ്ടാക്കി ചുറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുരുക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു കുരുക്കിൽ നിന്നുമാണ് ബാക്കിയുള്ള എല്ലാതും കുരുക്കുകളും ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു നല്ല വശം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള തുമ്പുകളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നൂലൊന്നും പറഞ്ഞ് പോരെ വൃത്തികേടായിരിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ മടക്കി അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കുരുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്യാന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ടിരിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരണില്ല. ടി വി കാണുന്ന സമയങ്ങളിൽ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ മെടഞ്ഞെടുക്കുന്ന സമയത്ത് തലമുടിയൊക്കെ മെടഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഒരു സൈഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിൻ്റെ തുമ്പില്ലേ, ആ ഫൈനലായിട്ട് വന്നിട്ടുള്ള ആ ഒരു തുമ്പ്, അതിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുന്ന സമയത്ത് നല്ല ഫിറ്റായിട്ട് തന്നെ നല്ല കുരുക്കിട്ടതുപോലെ തന്നെ കിട്ടുന്നതാണ്. ആദ്യമായിട്ട് തുണിയെ റൗണ്ട് ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ അതിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് റൗണ്ട് ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് എല്ലാം അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ജസ്റ്റ് ആ തുണിയിലൊന്ന് റൗണ്ടായിട്ടുള്ള രീതിയിൽ കിട്ടുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഓരോരോ കൈത്തുന്നുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്താലും മതി. മൊത്തത്തിൽ വെച്ച സമയത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ നൂലിനെ ഒന്ന് കോർത്തെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുന്ന രീതിയിലൊന്ന് തുന്നിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് തുന്നിയെടുക്കാനായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ആ ഒരു രീതിയിലാണ് ബാക്കി ഭാഗങ്ങൾ തുന്നിയെടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും കുറച്ച് ടഫാണെന്നൊക്കെ വിചാരിക്കും. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് കൊടുക്കാം. ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഇതുപോലത്തെ ഐഡിയാസ് ഒത്തിരി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫൈനലായിട്ട് ഈ നൂലിനെ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. നല്ല ഫിറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ലൂസായിട്ട് ഇളകി പോകുകയൊന്നും ചെയ്യില്ല. അതിനുശേഷം ഇതുപോലത്തെ റെഡ് കളറിലുള്ള നൂലാണ് എടുക്കുന്നത്. നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയുള്ള കൈത്തുന്നാണ് ഇതിലും തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് 4 ലൈൻസാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഫിറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം 3 ലൈൻസ് കൂടി തുന്നിയെടുക്കാം. അതിൻ്റെ ഗ്യാപ്പുകളിലായിട്ട് ഓരോരോ കൈത്തുന്നുകൾ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഗ്രീൻ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ അതിലേക്ക് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് തുന്നിയെടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല ഭംഗിയായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിൻ്റെ ഫൈനലായിട്ട് എൻഡിലായിട്ട് വരുന്ന ആ ഒരു ലെയറിൽ കൂടി ഇതുപോലെ നൂലിനെ ഒന്ന് കോർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടൺ ഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഷെഡപ്പെടുകയും അങ്ങോട്ട് തീർക്കാം. ബാക്കിലായിട്ട് വേണമെങ്കിൽ തുണിയെ റൗണ്ടായിട്ടുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്ത് നമുക്ക് കൈത്തുന്ന് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ പഴകിയ ബെഡ്ഷീറ്റുകൾ ഇതെല്ലാം ഇനി നമുക്ക് ഇതുപോലത്തെ ചവിട്ടികളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. താങ്ക് യു.